ജനറൽ നരവനെ ചതിയനാണെന്ന് പറഞ്ഞത് എന്താണ്? അതൊരു മാരകമായ പ്രയോഗമല്ലേ? മാരകമായ പ്രയോഗമെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJPയോ പറയാത്തൊരു അഭിപ്രായമാണ്. പക്ഷെ അവർ പറയുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ രാഹുൽ ഗാന്ധി നരവനയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള പുസ്തകം ഉയർത്തിപ്പിടിച്ച് പാർലമെൻറ്റിൽ ഉണ്ടാക്കിയ ബഹളങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടായി. പ്രധാനമന്ത്രിയെ കായികമായി ആക്രമിക്കാൻ വരെ വനിതാ MP മാർ ശ്രമിച്ചു. അവർ തുണി പറിച്ച് കീറി പാർലമെൻറ്റിൽ ഒരു സീൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഓം ബിർള വനിതാ MP മാരെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. അങ്ങനെ തീ പിടിച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഈ തീ പിടിപ്പിച്ചത് നരവനെയാണ്, നരവനയുടെ പുസ്തകമാണ്. ഇപ്പോൾ ഇന്നലെ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പെൻഗ്വിൻ റാൻഡം പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്ന പ്രസാധക കമ്പനി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ പുസ്തകം ഇറക്കിയിട്ടില്ല, അത് വിതരണം ചെയ്തിട്ടില്ല, വിറ്റിട്ടില്ല എന്ന്. പക്ഷേ അത് 100% വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നരവനെ അത് കോട്ട് ചെയ്തു. എനിക്കിതാണ് പറയാനുള്ളത്. ഇത്രയും ദിവസം ഈ വിവാദങ്ങൾ ഉണ്ടായിട്ട് ഒരക്ഷരം പറയാതിരുന്ന നരവനെ ഇന്നലെ പെൻഗ്വിൻ റാൻഡം ഹൗസിൻ്റെ ട്വീറ്റ് കോട്ട് ചെയ്തിട്ട് എനിക്കിതാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നെ ഇന്നലെ പോളണ്ടിൽ നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷക അനി ഡോൾ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകനെ വിളിച്ചു. അത് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. അനി ഡോൾ എന്നോട് പറയുന്നത് ഈ പുസ്തകം ആമസോണിൽ കിട്ടുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ഞാൻ ആമസോൺ പോളണ്ടിൽ നോക്കി, പുസ്തകമില്ല. ആമസോൺ UK നോക്കുമ്പോൾ പുസ്തകത്തിൻ്റെ കവർ ചട്ട അടക്കമുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്കില്ല, എന്ന് വരുമെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആമസോണിൻ്റെ സൈറ്റിലുണ്ട്. അതായത് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നു, അതായത് 2024 മെയ് 31 പബ്ലിഷ് ചെയ്തു എന്ന് ആമസോൺ പറയുന്നു. അത് മാത്രമല്ല, ഇത് 448 പേജുകളുണ്ട് എന്ന് ഈ പുസ്തകത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പെൻഗ്വിൻ ബുക്സിൻ്റെ വേണ്ടിയിട്ട് ആമസോൺ പറയുന്നു. അതിൻ്റെ 2 ISBN നമ്പറുണ്ട്. ISBN നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ പുറം ചട്ടയിൽ ഇങ്ങനെ ബാർകോഡ് കാണാം. ഈ ബാർകോഡ് എന്ന് പറഞ്ഞാൽ ഓരോ പുസ്തകത്തിനും ഓരോ നമ്പറാണ്. ആ നമ്പറുള്ള പുസ്തകം ലോകത്തിൽ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പുസ്തകം ലോകത്ത് എവിടെ ചെന്നാലും പുസ്തകം ഏതാണ്, പുസ്തകം എഴുതിയതാരാണ്, അതിൻ്റെ വില എത്രയാണ്, അതിന് എത്ര പേജുണ്ടെന്നൊക്കെ ഈ ബാർകോഡ് സ്കാൻ ചെയ്താൽ അറിയാം. നോക്കൂ, ഈ ആമസോൺ UK പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവരുടെ വെബ്സൈറ്റ്, അവരുടെ ആമസോണിൻ്റെ പോർട്ടലിൽ എന്താ ഇത് പറയുക, വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിന് ISBN നമ്പർ ISBN 10 66 700 99 759, പിന്നെ ISBN 13 978 06 700 99 599 757, ഇങ്ങനെ 2 ISBN നമ്പറുണ്ട്. പുസ്തകം ഇറങ്ങിയിട്ടില്ലെങ്കിൽ ISBN നമ്പർ വരത്തില്ല. ഇനി ഇത് മാത്രമല്ല, അവർ പറയുന്നു ഈ പുസ്തകത്തിന് 650 ഗ്രാം തൂക്കമുണ്ട്. ഇനി അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 21.5 ഇൻറ്റു 14 നീളവും വീതിയും, 2.9 സെൻറ്റിമീറ്റർ കനം. അതായത് ആ പുസ്തകത്തിൻ്റെ പേജ് 448 പേജുണ്ട്. അതിൻ്റെ നീളവും വീതിയും കനവും എത്രയാണ്, അത് എന്ന് പബ്ലിഷ് ചെയ്തു, എത്ര പേജുകളുണ്ടെന്ന് മാത്രം, അതിൻ്റെ ISBN നമ്പർ, ഇതെല്ലാം ഈ ആമസോൺ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുസ്തകം അച്ചടിച്ചിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാമോ? ഒന്നാമത്തെ ചോദ്യം അത്. അപ്പോൾ ആര് കള്ളം പറയുന്നു? ഒന്നെങ്കിൽ ഇന്ത്യയിൽ വിവാദമായപ്പോൾ ഡൽഹി പോലീസ് FIR ഇട്ടപ്പോൾ പെൻഗ്വിൻ തടി ഊരാൻ വേണ്ടി കള്ളം പറയുന്നു. പക്ഷേ ആമസോൺ UK ഈ പുസ്തകത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ്, ഇറങ്ങാത്ത പുസ്തകത്തിന് എങ്ങനെയാണ് എൻ്റെ പ്രിയ 650 ഗ്രാം തൂക്കമുണ്ടെന്ന് പറയുക, 448 ഗ്രാം ഉണ്ടെന്ന് പറയുക? അപ്പോൾ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഇനി മാത്രമല്ല, ജനുവരി മാസത്തിൽ കഴിഞ്ഞ വർഷം തന്നെ ഡിസംബർ 15 2023 ജനറൽ നരവനയുടെ ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നു, എൻ്റെ പുസ്തകം റെഡിയാണ്, നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യൂ, ഹാപ്പി റീഡിങ് എന്ന് പറഞ്ഞ് ജനറൽ നരവനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മനസ്സിലായോ? ഹാപ്പി റീഡിങ്. അപ്പോൾ ഇതേ സംബന്ധിച്ച് പറയുന്ന വിശദീകരണം, പ്രീ ഓർഡർ എന്ന് പറയുന്നത് പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് പ്രീ പബ്ലിക്കേഷൻ പോലെ ഓർഡർ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പുസ്തകം മാർക്കറ്റിൽ വന്നിട്ടില്ല എന്നാണ് അർത്ഥം. പുസ്തകം മാർക്കറ്റിൽ വരുമ്പോൾ ആളുകൾക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ പ്രീ പബ്ലിക്കേഷനിൽ നല്ല വില വ്യത്യാസത്തിൽ പുസ്തകം വാങ്ങാറുണ്ട്. ശരി, ഇവിടെ പ്രശ്നം അതല്ല പ്രിയ. കാരണം ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് സെക്ഷൻ 5 പ്രകാരം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അയാളുടെ ഓർമ്മക്കുറിപ്പ് എഴുതുമ്പോൾ അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് ആർക്ക് കൊടുക്കണം?
സർക്കാരിന് കൊടുക്കണം, പ്രതിരോധ വകുപ്പിന് കൊടുത്ത് അവിടുന്ന് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞേ അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. നരവനയുടെ പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കയ്യിൽ പെൻഡിങ് ഇരിക്കുകയാണ്. എപ്പോൾ വരെ? ഇന്ന് വരെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് 2023 ഡിസംബർ 15 നരവനയ്ക്ക് എൻ്റെ പുസ്തകം റെഡിയാണ്, ഹാപ്പി റീഡിങ്, നിങ്ങളത് വാങ്ങി വായിക്കൂ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടാൻ പറ്റുന്നത്? അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് പുസ്തകം അച്ചടിച്ചിട്ടില്ല എന്ന് പറയുന്നത് മുഖവിലക്കെടുത്താൽ തന്നെ ഈ പുസ്തകം തയ്യാറായിട്ടുണ്ട്, വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടില്ലെന്ന്. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടും മുമ്പ് പുസ്തകം തയ്യാറാക്കാൻ നരവന അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് ആർക്ക് കൊടുത്തു? പെൻഗിന് കൊടുത്തു. ഇത് വ്യക്തമാണ്. അത് രാജ്യസുരക്ഷയ്ക്ക് നിരക്കുന്ന കാര്യമല്ല, ചതിയാണ്, രാജ്യത്തെ ചതിക്കലാണ്. രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ കേന്ദ്ര സർക്കാർ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു വിദേശ പ്രസാധകന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ കുറ്റമാണ്, രാജ്യദ്രോഹത്തിൽ കുറഞ്ഞതൊന്നുമല്ല. ഇതാണ് ഇതിനകത്തെ മൗലികമായ പ്രശ്നം. ഇത് ഇയാൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. ഇന്ത്യൻ സേനയുടെ ജനറലായിരുന്ന ഒരാളെ നമുക്ക് വിവാദത്തിലേക്ക് വലിച്ചിടുകയും ആക്ഷേപത്തിൽപ്പെടുത്തുകയും ഒന്നും ചെയ്യാൻ നമുക്കൊരു താല്പര്യമില്ല. പക്ഷേ ഈ വൃത്തികെട്ട പരിപാടി കാണിച്ചാൽ നമുക്കത് വിളിച്ചു പറയേണ്ടി വരും. ഇപ്പം പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ല, ഒരു പരിമിതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ജനറലായിരുന്ന ഒരാൾ കള്ളനാണ്, ചതിയനാണ്, രാജ്യദ്രോഹിയാണ് എന്ന് പ്രധാനമന്ത്രിയുടെ പദവിയിലിരുന്നുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, BJPക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കിത് വായിക്കാതിരിക്കാൻ തരമില്ല. എന്തുകൊണ്ടാണ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് സെക്ഷൻ 5 തനിക്ക് ബാധകമാണെന്ന് അറിയാവുന്ന, അതനുസരിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന് മാനുസ്ക്രിപ്റ്റ് കൊടുത്ത നരവനെ അതിൻ്റെ തീരുമാനം വരുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് ആർക്ക് കൂടെ കൊടുത്തു? പെൻഗിന് കൊടുത്തു. അവരെന്ത് ചെയ്തു? ക്ലിയറൻസ് കിട്ടും മുമ്പ് പുസ്തകം തയ്യാറാക്കി. പുസ്തകം തയ്യാറാക്കാതെ അതിന് 448 പേജ് വരുമെന്നും 650 ഗ്രാം തൂക്കം വരുമെന്നും പറയാൻ പറ്റില്ല. പുസ്തകം എവിടെയോ പ്രിൻ്റ് ചെയ്തിരിപ്പുണ്ട്. അത് കൃത്യമായി ആർക്കും അറിയാം? നരവനയ്ക്കും അറിയാം. അതുകൊണ്ടാണ് നരവന പറഞ്ഞ് എൻ്റെ പുസ്തകം റെഡിയാണ്, പ്രീ ഓർഡർ ചെയ്തു, ഹാപ്പി റീഡിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തീരുമാനം വരുന്നതിനും വളരെ മുമ്പ് തന്നെ, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? പുസ്തകം ഇറക്കാൻ ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. മുമ്പ് VK സിംഗ് മേജർ ജനറലായിരുന്നു. അദ്ദേഹം റോയിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ റോയിലിൻ്റെ അനുഭവങ്ങൾ വെച്ചൊരു പുസ്തകം ഇറക്കി. ഇതുപോലെ അനുവാദം വാങ്ങിച്ചില്ല, FIR ഇട്ട് കേസിലാണ്. 81 വയസ്സുണ്ട് ഇപ്പോൾ അയാൾക്ക്. പിന്നെ കേന്ദ്ര സർക്കാർ ഇയാളുടെ ഒരു മിലിറ്ററിക്ക് നൽകിയ സംഭാവനകളൊക്കെ കരുതി അത് വലിയ പ്രസ് ചെയ്യാത്തതുകൊണ്ട് ആ കേസ് അങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അല്ലെങ്കിൽ അതിവേഗം ട്രയൽ നടത്തി ശിക്ഷിച്ചാൽ അകത്ത് കിടക്കും. പക്ഷെ നരവന ഇവിടെ ചെയ്തിരിക്കുന്നത് രാജ്യദ്രോഹത്തിനെതിരെ മാത്രമല്ല, മോദിയോടുള്ള വൈരാഗ്യമാണ്. എന്തുകൊണ്ടാണ് മോദിയുടെ വൈരാഗ്യം? കാരണം നമുക്കറിയാം, നമ്മുടെ സേനകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു സംയുക്ത സേനാ മേധാവി ഉണ്ടാകുന്നത്. ബിപിൻ റാവത്ത് ആയിരുന്നു ആദ്യത്തെ സേനാ മേധാവി. ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് ശേഷം അടുത്ത സേനാ മേധാവി ആകുമെന്ന് ജനറൽ മനോജ് മുകുന്ദ് നരവനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആയില്ല, അദ്ദേഹത്തെ ആക്കിയില്ല. റിട്ടയർ ചെയ്ത ചൈന വിദഗ്ധനായ, ചൈനയുടെ കാര്യങ്ങളിൽ എക്സ്പെർട്ടൈസുള്ള അനിൽ ചൗഹാനെ വിളിച്ചു കൊണ്ടുവന്ന് റെഗുലേഷൻസ് മാറ്റിയിട്ട് അനിൽ ചൗഹാനെ CDS ആക്കി. അതിൻ്റെ പക നരവനയ്ക്കുണ്ട്. കാരണം ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ്. സൈനിക തലവനായി, കരസേനയുടെ തലവനായി വിരമിച്ച ആൾ സംയുക്ത സേനാ മേധാവിയായിട്ട് വിരമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഹോണറാണ്. അത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം നരവന പറയുന്ന കഥയല്ല, നടന്ന സംഭവം. 2020 ഓഗസ്റ്റ് 31 പാങ്ഗോങ് സോയിലെ റജൻലയിലെ നമ്മുടെ പോസ്റ്റുകൾക്ക് നേരെ 5 ചൈനീസ് ടാങ്കുകളും ഇൻഫൻട്രി വാഹനങ്ങളും വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ വിളിച്ചു, പ്രതിരോധ മന്ത്രിയെ വിളിച്ചു, ചിലയിടത്തൊക്കെ പ്രധാനമന്ത്രിയെ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അത് കൺഫേംഡ് അല്ല. ഇവരെയൊക്കെ വിളിച്ചു, വിദേശകാര്യമന്ത്രിയെ വിളിച്ചു, മറുപടിയൊന്നും കിട്ടിയില്ല. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉചിതം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇതാണ് രാഹുൽ ഗാന്ധി പൊക്കിപ്പിടിക്കുന്നത്. അപ്പോൾ ചൈന ആക്രമിക്കാൻ വന്നപ്പോൾ 56 ഇഞ്ചുകാരനായ മോദി വിറച്ചുപോയി. ഫോൺ പോലും എടുത്തില്ല. എന്തു ചെയ്യണമെന്ന് സൈന്യത്തോട് പറഞ്ഞില്ല. കേൾക്കുന്നവർക്ക് തോന്നും ശരിയാണല്ലോ, ഇതാണോ മോദിയുടെ ധൈര്യം എന്ന് തോന്നും. അല്ല, അതിന് തൊട്ട് മുമ്പ് നടന്നൊരു സംഭവം ഓർക്കണം. 2020 ജൂൺ 15 ഗാൽവനിൽ സംഘർഷമുണ്ടാകുന്നത്. ഗാൽവനിൽ സംഘർഷമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുണ്ടായി. നമ്മുടെ ഘാതക് കമാൻഡോസ് ചൈനക്കാരെ 80ഓളം ആളുകളെ കൊന്നുകളഞ്ഞു. നമ്മുടെ 20 പേര് മരിച്ചു.
80ഓളം ആളുകൾ മരിച്ചിട്ട് ചൈന എത്ര പേരുണ്ടെന്ന് പോലും പറഞ്ഞില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. 4 പേരെന്ന് അവർ പറഞ്ഞു. ആ അമേരിക്ക പറഞ്ഞ് 80-90 പേര് മരിച്ചത്. പക്ഷെ നമ്മൾ നമ്മുടെ 20 പേര് മരിച്ചു എന്നുള്ള അവരെ എല്ലാ ആദരവും കൊടുത്ത് പരസ്യമായി സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ 4 ഇരട്ടി ആളുകളെ നമ്മുടെ ഘാതക് കമാൻഡോസ് കൊന്നുകളഞ്ഞു. അതെ. തിരിച്ച് വെറും കൈ ഉപയോഗിച്ച് കൊന്നുകളഞ്ഞു. കൈയും കല്ലും ഉപയോഗിച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ അത്രയും വലിയൊരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പ് പല വർഷങ്ങളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അതായത് 93, 96, 2000 വർഷങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകൾ നമ്മൾ മുമ്പൊരു വീഡിയോ പറഞ്ഞതാണ്. അതായത് LACയുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 10 കിലോമീറ്ററിലേക്ക് വിമാനം പറപ്പിക്കത്തില്ല, 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൈത്തോക്ക് പോലും കൊണ്ടുപോകത്തില്ല എന്നുള്ള കരാറുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ 2020 ജൂൺ 15 ഇത് കഴിഞ്ഞ ഉടനെ 17-ാം തീയതി നമ്മൾ പുതിയ റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ്സ് ഇറക്കി. ഇന്ത്യ സൈന്യത്തിന് നമ്മളൊരു ബ്ലാങ്ക് ചെക്കമോ ഇന്ത്യ ഒപ്പിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഫ്രീഡം ഓഫ് ആക്ഷൻ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സേനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. 2, ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്യാം. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണ്ട, ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്യാം. പിന്നെ യൂസ് ഫയർ ആംസ്, തോക്കുകൾ ഉൾപ്പെടെയുള്ള വെടിക്കോപ്പുകൾ ഉപയോഗിക്കാം എന്നു പറഞ്ഞ് 2020 ജൂൺ 17 റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ്സ് ഭാരത സർക്കാർ പ്രതിരോധ വകുപ്പ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറ്റിക്കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ചൈനീസ് ടാങ്കുകൾ റച്ചൻ ലായിലേക്ക് വരുന്നത്? 2020 ആഗസ്റ്റ് 31, ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് പിന്നെയും 1.5 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ ചൈനീസ് ടാങ്കുകളുടെ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. എന്താ റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ്? ആരോടും ചോദിക്കേണ്ട, ഫ്രീഡമുണ്ട്, സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യണം, ഫയർ ആംസ് വരെ, വെടിക്കോപ്പുകൾ വരെ ഉപയോഗിക്കാമെന്ന് നിയമം മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഫോൺ എടുത്തിട്ട് അയ്യോ എന്ത് ചെയ്യണം, ചൈന വന്നിരിക്കുന്നു സാർ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പുതിയ റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ് അനുസരിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി പറഞ്ഞു, നിയമം മാറ്റി തന്നിട്ടില്ലേ, നിങ്ങൾ ഉചിതം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. അയ്യോ ചൈനയാണ് കേട്ടോ, ഒന്നും ചെയ്യട്ടെ കേട്ടോ, നിങ്ങൾ ഓടിപ്പോരൂ എന്നല്ല പറഞ്ഞത്, ഉചിതം പോലെ ചെയ്യൂന്ന് പറഞ്ഞാൽ സൈനിക മേധാവി എന്താ എടുക്കേണ്ടത്? അഴിക്കടാ മോനേന്നല്ലേ, തടയടാ മോനേന്നല്ലേ. സൈന്യത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സൈന്യത്തിന്റെ ഉചിതമായ തീരുമാനം എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. അതെ, നമ്മളെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഉചിതമായ തീരുമാനം എടുക്കൂ എന്നത് ഒന്നെങ്കിൽ വെടിവെക്കുക അല്ലെങ്കിൽ അവരെ തടയുക എന്നുള്ളതല്ലേ. അതിനുള്ള അധികാരം കൊടുത്ത് റൂൾ ഓഫ് എൻഗേജ്മെന്റ്സ് മാറ്റിയിട്ടുണ്ട്. ഇതാണ് വസ്തുത. ഈ കാര്യത്തിൽ ഇയാൾ വീഴ്ച വരുത്തി ഒരു യുദ്ധമുഖത്തിന് ശത്രു തോക്ക് ചൂണ്ടിക്കുമ്പോൾ ചേട്ടാ ഞാൻ എൻ്റെ തോക്കെടുക്കണോ, വെടിവെക്കണോ, അതോ ഞാൻ ഓടണോ എന്ന് ചോദിക്കുന്ന ഒരാളെ എങ്ങനെ സംയുക്ത സേനയുടെ മേധാവിയാക്കും? അതുകൊണ്ടാണ് മനോജ് മുകുന്ദ് നരവന ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ആകാതെ പോയത്. അതിൻ്റെ പക വീട്ടാൻ വേണ്ടി തനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യത്തെ വളച്ചൊടിച്ച് ഇയാൾ ഒരു നാടകമുണ്ടാക്കുന്നു. ഇനി നോക്കൂ, ഇനി കാരവൻ മാഗസിൻ ഇത് പ്രസിദ്ധീകരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ എക്സ്ട്രാക്ട്, പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് നരവനയുടെ കയ്യിൽ മാത്രമാണുള്ളതെങ്കിൽ നരവന അത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കൊടുത്ത് അനുമതി കാത്തിരിക്കുകയാണെങ്കിൽ എങ്ങനെ അത് കാരവൻ മാഗസിൻ കിട്ടുന്നു? ഉറപ്പായിട്ടും നരവന എടുത്തു കൊടുത്തതാണ്. അത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ളതാണ്. ഈ കാരവൻ മാഗസിൻ പലപ്പോഴും ഇന്ത്യ വിരുദ്ധമാണ്. അപ്പോൾ നരവനെ അറിയാതെ ഈ വാർത്ത കാരവനിൽ വന്നിട്ടില്ല, നരവനെ അറിയാതെ ഈ പുസ്തകം ഇറങ്ങിയിട്ടില്ല, രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടോ എന്നത് ഇപ്പോഴും തർക്ക വിഷയം. രാഹുൽ ഗാന്ധി കൊണ്ടു നടക്കുന്നുണ്ട് ഒരു പുസ്തകം. രാഹുൽ ഗാന്ധി കൊണ്ടു നടക്കുന്ന ആ ചുവന്ന കൊച്ചു പുസ്തകം ഉണ്ടല്ലോ, ഭരണഘടന, അതിൻ്റെ പേജസ് പുറംചട്ട മാത്രമേ ഉള്ളൂ, അകത്ത് മുഴുവൻ വൈറ്റ് പേപ്പർ ആണെന്നുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ പുസ്തകത്തിൻ്റെയും പുറംചട്ട മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ആമസോൺ UK നോക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രം കാണാം. അത് വെച്ചിട്ടൊരു കവർ പ്രിൻ്റ് ചെയ്ത് വേണമെങ്കിൽ വേറൊരു പുസ്തകത്തിന് ഒരു ബൈൻഡ് ചെയ്തൊരു സാധനം ഉണ്ടാക്കിയിട്ട് അകത്ത് ബ്ലാങ്ക് പേപ്പറായിട്ട് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ KC വേണുഗോപാലൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്, UK വാങ്ങിയതാണോ, എവിടെ നിന്ന് വാങ്ങിയതാണോ എന്നൊരു ചോദ്യം പിന്നെയുണ്ട്. പക്ഷേ എങ്ങനെ പെൻഗ്വിന് പുസ്തകത്തിൻ്റെ തൂക്കം, പേജുകൾ, ISBN നമ്പറൊക്കെ, ISBN നമ്പർ എടുക്കാം കേട്ടോ, കവർ മാത്രം കിട്ടിയാലും ISBN നമ്പർ എടുക്കാം. ISBN നമ്പർ കിട്ടിയാൽ ISBN അപ്ലൈ ചെയ്താൽ ISBN നമ്പർ എടുക്കാം. ഓക്കെ, അത് തർക്കം. പക്ഷേ എങ്ങനെ 650 ഗ്രാം എന്ന് പറയാൻ പറ്റും, 448 പേജ് ഉണ്ടെന്ന് പറയാൻ പറ്റും? ഫസ്റ്റ് പബ്ലിഷ്ഡ് ഡേറ്റ് ജനുവരി 2000 മെയ് 31, 2004 മെയ് 31 എന്ന് ആദ്യ പബ്ലിഷ്ഡ് ഡേറ്റ് എന്നെങ്ങനെ കാണിക്കാൻ പറ്റും? അപ്പോൾ ഇതിനകത്തൊരു കള്ളത്തരമുണ്ട്. കള്ളത്തരം എന്ന് പറയുന്നത് നരവന കളിച്ച കളിയാണ്.
നരവന രാജ്യവിരുദ്ധമായി ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിൻ്റെ ലംഘനം നടത്തിയിരിക്കുന്നു. അത് നരവന പിടിച്ചിട്ടുണ്ട്, FIR ഇട്ടു. ഇന്ത്യയുടെ സേനാ മേധാവിയായിരുന്ന ഒരാളെ ഡൽഹി പാർലമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അവിടുത്തെ ഒരു SHO CI സൈനിക മേധാവിയെ അപേക്ഷിച്ച് എത്രയോ ചെറിയ പോസ്റ്റിലിരിക്കുന്ന ഒരു CIയുടെ മുന്നിൽ പോയി കൈകെട്ടിയിരുന്ന് ആ CI ചോദിക്കുന്ന SHO ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നരവന മറുപടി പറയേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, 2021 ഈ സർവീസ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതായത് സർക്കാരിന് വേണമെങ്കിൽ സർക്കാരിനെതിരെ, രാജ്യ താല്പര്യത്തിനെതിരെ, രാജ്യരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യാം, പിടിച്ചു വയ്ക്കാം. അപ്പോൾ നരവന പ്രതിസന്ധിയിലാണ്. സർക്കാർ അതൊക്കെ ചെയ്യുമോ എന്ന് കണ്ടറിയണം. പക്ഷേ നരവന വിശുദ്ധനല്ല, നരവന ചതിയനാണ്. നരവന രാജ്യത്തെ നിയമം ലംഘിച്ചിരിക്കുന്നു. ഇയാൾ രാജ്യദ്രോഹത്തിന് തുല്യമായ പണിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ പുസ്തകത്തിൽ വേറെ എന്തൊക്കെ നമ്മുടെ സൈന്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഇന്ത്യൻ ആർമിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് ഇന്ത്യയുടെ ജനറൽ. അയാൾ സർക്കാരിൻ്റെ അനുമതി കൂടാതെ ഒരു പുസ്തകം ഒരു വിദേശ കമ്പനിക്ക് ഇറക്കാൻ കൊടുത്തിരിക്കുന്നു എന്നത് ഗുരുതരമായ കുറ്റമാണ്. ചതിയനാണ് നരവന എന്ന് പറയാൻ എനിക്ക് ഒരു എളുപ്പമില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ട്. അവരുടെ തലപ്പത്തിരിക്കുന്ന ആൾ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് വന്നാൽ അതിൽ പരം വലിയ ദോഷം എന്താണുള്ളത്? ഇയാൾ ഔദ്യോഗിക പദവി വഹിച്ചിരുന്നപ്പോൾ എന്തൊക്കെ ഇതുപോലത്തെ മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് ഇതൊക്കെ അയാളെ. അന്വേഷിച്ച് വരേണ്ടതാണ്. ഏതായാലും ഇത് നമുക്ക് പറയാൻ തരമില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയെക്കുറിച്ച് നമ്മളിത് പറയുന്നത്. ഒരുപക്ഷെ മറ്റാരും ഇത്രയും ഉറക്കെ പറയില്ലായിരിക്കും. പക്ഷേ നമുക്കിത് പറയാം. നമ്മുടെ മുന്നിൽ എല്ലാ ഡോക്യുമെൻസും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങളുടെ കൂടെ നിൽക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇന്ത്യ ലൈവ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുന്നു.